ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ വഴി നടത്തുന്നവൻ, അവൻ നമ്മെ പരിപാലിച്ചു വഴി നടത്തുന്ന നല്ലവനായ ദൈവം. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങൾ വന്നിരിക്കാം. നിന്റെ ജീവിതത്തിൽ അനേകം തകർച്ചകൾ ഉണ്ടായിരിക്കാം. നീ മുൻപോട്ട് പോകുവാൻ കഴിയാതിരുന്ന് ഈ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കാം. ഇന്ന് ഞങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, നിന്നെ വഴി നടത്തുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ നിന്നെ ഉണ്ടാക്കിയവനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് നമ്മെ കുറെ നാളത്തേക്കായി അയച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നാം കുറച്ചു കാലം ആയിരിക്കും. നമ്മെ നിർമ്മിച്ചവനായ ദൈവം നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാനും അവന് കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 48-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 48-ാമത്തെ വാക്യം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. ഇവിടെ യേശു ഒരു സ്ത്രീയോട് പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. ഇന്ന് സമാധാനമില്ലാതെ, ഇന്ന് സന്തോഷമില്ലാതെ അനേകായിരങ്ങൾ അലഞ്ഞു തിരിയുകയാണ്. അനേകം മക്കൾ എവിടെയെല്ലാം കടന്നുപോയി ഒരു നേരം സമാധാനം കിട്ടുമോ എന്ന് കരുതി ഓടിക്കൊണ്ടിരിക്കുന്ന മക്കളോട് കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നിന്നോട് യേശു പറയുകയാണ്, സമാധാനത്തോടെ പോകാം, സമാധാനത്തോടെ പോകാം. എന്തുകൊണ്ടെന്നറിയോ? 12 വർഷമായി, ഇത് നമുക്കെല്ലാം അറിയാവുന്ന വിഷയം, 12 വർഷമായി ആ സ്ത്രീ, രക്തസ്രാവമുള്ള സ്ത്രീ, വളരെയധികം കഷ്ടപ്പെടുകയാണ്. ജനമധ്യയിൽ ഇറങ്ങി വരുവാൻ കഴിയത്തില്ല. ശരീരത്തിലെ ബലവീനം, ശരീരത്തിലെ ബുദ്ധിമുട്ടുകൾ, ജനമധ്യയിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ജനമധ്യയിൽ, ജനക്കൂട്ടത്തിൽ ഇറങ്ങി വരുവാൻ കഴിയത്തില്ല. അന്ന് അശുദ്ധമെന്ന് എണ്ണിയിരുന്ന സമയങ്ങൾ. ഈ സ്ത്രീകൾ, ഇത്തരത്തിലുള്ള സ്ത്രീകൾ ആൾക്കൂട്ടത്തിലോ സഭയിലോ ഒന്നും ഇറങ്ങി വരുവാൻ കഴിയാതിരുന്ന നാളുകളിൽ ആ സ്ത്രീ വളരെയധികം ബുദ്ധിമുട്ടിൽ, വളരെയധികം കഷ്ടത്തിൽ, വളരെയധികം കണ്ണുനീരിലായിരിക്കുമ്പോൾ കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, യേശു അവളുടെ വിശ്വാസത്തെ നോക്കി യേശു പറയുകയാണ്, നീ ഇനിമേൽ സമാധാനത്തോടെ പോകാം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സമാധാനമില്ലാതെ, നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടോടെ നീ ആയിരിക്കുന്നുവോ? ഈ ലോകത്തിൽ ഞാനിനി എന്തിന് ജീവിക്കണമെന്നും, ഈ ലോകത്തിൽ എന്തിന് ആയിരിക്കണമെന്നും അനേക രോഗബന്ധനത്തോടെ കുടുംബത്തിൽ രോഗശൈലിയിൽ ആയിരിക്കുന്നവരെ കുറിച്ച് അവരെ ചിന്തിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതികൂലമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തെ നൽകുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ നൽകുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനത്തെ നൽകുവാൻ ഈ ലോകത്തിൽ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവനത്രേ യേശു. ആ യേശു നിന്നോട് സംസാരിക്കുകയാണ്, സമാധാനത്തോടെ
പോക. ഹല്ലേലൂയ. അവളോട് പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും യേശുവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിശ്ചയമായി ഈ ലോകത്തിൽ എവിടെയെല്ലാം പോയിരിക്കും. 12 വർഷം അലഞ്ഞു തിരിഞ്ഞിരിക്കുന്നു, എനിക്കൊരു സൗഖ്യമില്ല. ഈ 12 വർഷവും എനിക്കൊരു സൗഖ്യമില്ല. ഈ 12 വർഷവും എനിക്കൊരു വിടുതലില്ല. ഞാൻ എവിടെയെല്ലാം പോയിരിക്കുന്നു. ബട്ട് യേശുവിനരികിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവിനെ ഒന്ന് തൊട്ടപ്പോൾ, അവന്റെ ശക്തിയാൽ, യേശുവിന്റെ ശക്തിയാൽ ആ സ്ത്രീ സൗഖ്യമാകുകയാണ്. ആ സ്ത്രീ ഒരു മാറ്റമുണ്ടാകുകയാണ്, ഒരു വ്യത്യാസം ഉണ്ടാക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, ഇന്ന് പ്രഭാതത്തിൽ നിന്റെ വിശ്വാസം എപ്രകാരമുള്ളതെന്ന് നീ ചിന്തിക്കട്ടെ. നിന്റെ വിശ്വാസം ഈ ലോകത്തിലെ ഏതോ ഒരു സംഘടനയുടെ പേരിലാണ്, ഈ ലോകത്തിലെ ഏതോ ഒരു മനുഷ്യന്റെ മേലെയാണ്. നാം ഒന്ന് ചിന്തിക്കട്ടെ. ഈ ലോകത്ത് പലരും രോഗം വരുമ്പോൾ ഞാൻ നിങ്ങളും ഭയപ്പെടുകയാണ്. രോഗ അവസ്ഥകൾ വരുമ്പോൾ ഭയപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവർ മുൻപോട്ട് ഭയത്തോടെ കടന്നു പോകുകയാണ്. ഈ നാളുകളിൽ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ അവൻ സർവശക്തനായി നിന്നോട് കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം നമ്മിൽ ഉണ്ടാകട്ടെ. നിന്റെ രോഗബന്ധനങ്ങളെ മാറ്റുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ. യേശു കർത്താവ് ചോദിക്കുകയാണ് 45-ാമത്തെ വാക്യത്തിൽ, എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. വളരെയധികം അനേകം പേർ, ആൾക്കൂട്ടം നിറയുണ്ട്. ഒരുപാട് മക്കൾ യേശുവിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. അവർ മുമ്പോട്ട് കടന്നു പോകുകയാണ്. അതെ, യേശു ചോദിക്കുകയാണ്, ആർ എന്നെ തൊട്ടു? ഹല്ലേലൂയ. അപ്പൊ എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുകയാണ്. വാസ്തവമായി ആ സ്ത്രീ യേശുവിനരികിൽ വന്നു യേശുവിനെ തൊടുകയാണ്. ആ യേശുവിനെ തൊടുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ആ സ്ത്രീക്ക് എങ്ങനെയെങ്കിലും ഒരു സൗഖ്യം വേണം. സ്ത്രീക്ക് എന്തെങ്കിലും എനിക്കൊരു സൗഖ്യം യേശുവിലൂടെ ലഭിക്കണം. യേശു എന്നെ സൗഖ്യമാക്കുമെന്നുള്ള വിശ്വാസത്തോടെ ആ സ്ത്രീ യേശുവിനെ തൊടുകയാണ്. പക്ഷെ ഇത്രയും ആൾക്കൂട്ടം നിറഞ്ഞു പോകുമ്പോഴും പത്രോസ് പറയുകയാണ്, അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. അവിടെ പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും കൂടെയുള്ളവരും ഒക്കെ പറയുകയാണ്, പുരുഷാരം നിന്നെ, ഈ ജനക്കൂട്ടം നിന്നെ തിക്കിത്തിരക്കുകയാണ്. നീ എന്താണ് പറയുന്നത്? ഇതിൽ എത്രയോ പേർ നിന്നെ തൊട്ടിരിക്കുന്നു, എത്രയോ പേർ നിന്നെ ഞെരുക്കിക്കൊണ്ടുപോയിരിക്കുന്നു. അപ്പോഴും ആരാണ് തൊട്ടത് എന്ന് യേശു ചോദിക്കുമ്പോൾ വാസ്തവമായി യേശുവിനറിയാം ആ ഒരു സ്ത്രീ തൊട്ടിരിക്കുന്നുവെന്ന്. അവൾ സൗഖ്യത്തിനായി അവന്റെ അടുക്കലേക്ക് വന്നു എന്നും അവനറിയാം. ഹല്ലേലൂയ. ബട്ട് അവൾക്ക് കേൾക്കുകയാണ്, ആരാണ് തൊട്ടത്? ഇത്രയും ജനക്കൂട്ടമുണ്ട് ഗുരു, ഇത്രയും ജനക്കൂട്ടമുണ്ട്, ഇതിലെല്ലാവരും നിന്നെ തിക്കിത്തിരക്കുകയാണ്. ജനം നിന്നെ, ഇതിന്റെ ഇടയിൽ ഒരുപാട് ജനമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ പ്രശസ്തി എന്താണ് എന്ന് പത്രോസും കൂടെയുള്ളവരും ചോദിക്കുകയാണ്. 46-ാമത്തെ വാക്യത്തിൽ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഇതാണ് ഈ വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം. അതെ, ഈ അനേകം പേർ, നമ്മൾ ഈ കഥയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം,
എന്നെ ആരോ തൊട്ടു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, ഒരു ദൈവിക വേലയിലായിരിക്കുന്ന ദൈവിക ദാസൻ, അവർക്കറിയാം അവർ കൈവയ്ക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ മേൽ ശക്തി പുറപ്പെടുന്നു എന്നുള്ളത്. കർത്താവ് നമ്മെ നിറയ്ക്കുന്നു എന്ന്, കർത്താവിന്റെ ശക്തി നമ്മിൽ ഇറങ്ങുന്നു എന്ന്. നാം അവരുടെ മേൽ കരം വയ്ക്കുമ്പോൾ ദൈവിക ശക്തി അവരിലേക്ക് പുറപ്പെടുന്നു എന്നും അനേകം പേർ അത് രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ആത്മീകമായി നിൽക്കുന്ന അനേകം ദൈവദാസന്മാർക്ക് അത് മനസ്സിലാക്കുവാനായി കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, ഇതുപോലെ ഇവിടെ യേശു അത് നമ്മിൽ വെളിപ്പെടുത്തുകയാണ്. ഇത്രയും ജനക്കൂട്ടമുണ്ട്. പത്രോസ് കൂടെയുള്ളവർ പറയുകയാണ്, അനേകം പേർ തിക്കിത്തിരക്കുകയാണ്, അനേകർ നിന്നെ ഞെക്കി ഞെരുക്കി അവിടെ ആൾക്കൂട്ടം തിരക്കി കൊണ്ടുപോകുകയാണ്. ഈ സാഹചര്യത്തിൽ അവിടെ യേശു അല്ല, ആരോ എന്നെ തൊട്ടു, എന്നെ തൊട്ടത് ആർ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവിക ദാസന്മാർ, എന്നെ കേൾക്കുന്ന വിശ്വാസികൾ, നിങ്ങളിൽ നിന്ന് ഒരു ശക്തി പുറപ്പെടും. അതെ, ദൈവിക ദാസന്മാർ കരം വയ്ക്കുമ്പോൾ ഒരു ദൈവിക ശക്തി പുറപ്പെടും. അതെ, ഒരു ദൈവിക ശക്തി നമ്മിൽ നിന്ന് പുറപ്പെടും. കർത്താവിൽ പ്രിയ സഹോദര സഹോദരി, ഇന്ന് പ്രഭാതത്തിലും ആ യേശു നമ്മെ സംരക്ഷിക്കുന്നവനായി, ആ യേശു നമ്മെ കൈവിടാത്തവനായി നമ്മോട് കൂടെയുണ്ട്. ഇവിടെ ഈ വാക്യത്തിൽ എന്നിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു. എന്നിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടു പോയത് ഞാൻ അറിയുന്നു എന്ന് യേശു പറയുകയാണ്. അപ്പോ ഒരു വിശ്വാസി ദൈവദാസൻ മുമ്പ് നിൽക്കുമ്പോൾ, ആരാധനയിൽ നിൽക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു, എന്നിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരും, എന്നിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങി വരും. വാസ്തവമായി അനുഭവിച്ചറിഞ്ഞവർക്കായി സ്തോത്രം. അതിന് താഴോട്ടുള്ള വാക്യത്തിൽ 17 താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു, വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുൻപിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കി അറിയിച്ചു. ആ സ്ത്രീ ആ ജനക്കൂട്ടത്തിന്റെ മധ്യയിൽ വിറച്ചുകൊണ്ട് നടുങ്ങലോടെ, ഞാൻ മറഞ്ഞിരിക്കുന്നത് അത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കി യേശുവിന്റെ കാൽ കീഴെ വന്നു വീഴുകയാണ്. ഗുരു, ഞാൻ നിന്നെ തൊട്ടിരിക്കുന്നുവെന്ന്, എന്താണ് തൊടാനുള്ള കാരണമെന്ന് അവിടെ ആ സ്ത്രീ സാക്ഷ്യമായി വെളിപ്പെടുത്തുകയാണ്. ഞാൻ തൊട്ട ഉടനെ എന്നിൽ സൗഖ്യമുണ്ടായി, ഞാൻ തൊട്ട ഉടനെ എന്നിൽ സൗഖ്യമുണ്ടായി. വാസ്തവമായി ആ സ്ത്രീ ആ ജനക്കൂട്ട മധ്യയിൽ അവളുടെ സാക്ഷിയെ ചൊല്ലുന്നുണ്ട്. അവൾ സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവിടെ താൻ മറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. ലജ്ജാകരമായ സാഹചര്യം. ഇത് ജനത്തോട് അറിയിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി സ്ത്രീ മറഞ്ഞിരിക്കുകയാണ്. സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചിരിക്കുകയാണ്. അവൾ വിശ്വാസത്തോടെ യേശുവിനെ തൊടുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ബിസിനസ്സുകളിൽ വളർച്ചയില്ലാതെ മുരടിച്ച അവസ്ഥയിലായിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിന്റെ മുരടിപ്പുകളെ മാറ്റി നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, നിന്റെ ബിസിനസ്സുകളെ ഉയർപ്പിക്കുന്നതായി കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുപോലെ നിന്റെ ജീവിത സാഹചര്യത്തിൽ, കുടുംബത്തിലെ പ്രതികൂല അവസ്ഥകൾ നീ കണ്ണുനീരോട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തോടെ പോകാം. കർത്താവ് നമുക്ക് വിടുതലെ നൽകുന്നവനായി, കർത്താവ് നമ്മെ പരിപാലിക്കുന്നവനായി നമ്മോട് കൂടെയുണ്ട്. ഇത്രയും ജനസമൂഹമുള്ളപ്പോൾ ആരാണ് എന്നെ തൊട്ടതെന്ന് യേശു കേൾക്കുന്ന ആ ഒരു ചോദ്യം
കാരണം യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഒരു വ്യക്തി സൗഖ്യമാകുന്നു എന്ന് യേശുവിനെ അറിയാം. അവൾ മറഞ്ഞിരിക്കാതെ ആ സ്ത്രീ യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. മറഞ്ഞിരിക്കാതെ വിറയലോടെ, ഭയത്തോടെ, നടുക്കത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. എന്തുകൊണ്ട് തൊട്ടു എന്ന്, എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ തൊട്ടത് എന്ന് അവിടെ യേശുവിനോട് വെളിപ്പെടുത്തുന്നു. അവിടെ നിൽക്കുന്ന എല്ലാ ജനവും കേൾക്കെ അവളുടെ സൗഖ്യത്തിന്റെ ആ സാക്ഷിയെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, സമാധാനത്തോടെ പോകാം. കർത്താവ് നിന്റെ കുടുംബത്തിൽ ഒരു സമാധാനത്തെ നൽകട്ടെ. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനത്തെ നൽകട്ടെ. ഇന്ന് പ്രഭാതത്തിലും ആ യേശു നിന്നെ സംരക്ഷിച്ച് വഴി നടത്തട്ടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം, ആരിലുള്ള വിശ്വാസം? ആ യേശുവിലുള്ള വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലായിരിക്കാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും ദൈവിക കൃപയാൽ, ദൈവിക സാന്നിധ്യത്താൽ നീ ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നിന്റെ കൃപയാൽ നിറയ്ക്കണമേ, നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നീ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവം, നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ദൈവിക നന്മകളാൽ, ദൈവിക കൃപയാൽ, ദൈവിക അഭിഷേകത്താൽ നീ ഞങ്ങളെ നിറച്ചു വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്ര. പ്രതികൂലങ്ങളെ മാറ്റണമേ, കണ്ണുനീരായ സാഹചര്യങ്ങളെ മാറ്റണമേ, എല്ലാ ശത്രുവിൻ ക്രിയകളെ നീ എഴിച്ചു മാറ്റണമേ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ദൈവിക നന്മകളാൽ നിറയ്ക്കണമേ, നിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. രോഗ അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ എരിഞ്ഞു മാറട്ടെ. ഇപ്പോൾ സൗഖ്യമുള്ളതായി മാറട്ടെ. അനേകായിരങ്ങൾ ഹോസ്പിറ്റലുകളിലായി കർത്താവേ, അനേകം മക്കൾ ഈ നാളുകളിൽ സങ്കടത്തോടെ, പ്രയാസത്തോടെ, ബുദ്ധിമുട്ടോടെ ആയിരിക്കുമ്പോൾ കർത്താവേ, നിന്റെ മക്കൾക്ക് ഒരു സൗഖ്യത്തെ അയക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് നീ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്ര. ഒരു സൗഖ്യമുണ്ടാകട്ടെ. ഓ കർത്താവേ, ഈ നാളുകളിൽ CMCയിലായിരിക്കുന്ന ആ മകനായി പ്രാർത്ഥിക്കുന്നു. അവന്റെ എല്ലാ രോഗാവസ്ഥകളും നീ എടുത്തു മാറ്റണമേ. ഈ നാളുകളിൽ കർത്താവേ, ഞങ്ങൾ കർത്താവേ, ആ മകനായി ഹോസ്പിറ്റലായിരിക്കുന്ന ആ മകന്റെ എല്ലാ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഈ നാളുകളിൽ അതുപോലെ അനേകായിരം മക്കൾ പ്രാർത്ഥന റിക്വസ്റ്റുകൾ അയച്ച എല്ലാ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവേ, ഒരു സൗഖ്യത്തെ അയക്കണമേ, ഒരു സൗഖ്യത്തെ അയക്കണമേ. ഒരു വിടുതൽ നിന്റെ മക്കളിൽ ഉണ്ടാകുന്ന കൃപയ്ക്കായി സ്തോത്ര. പ്രഭാതത്തിൽ നന്മകളാൽ നിറയ്ക്കണമേ, നിന്റെ നന്മകളാൽ നിറയ്ക്കണമേ. പ്രതികൂലാവസ്ഥകളിൽ നിന്ന് വിടുവിക്കണമേ. 12 വർഷമായി സൗഖ്യമില്ലാതിരുന്ന സ്ത്രീ, 12 വർഷമായി സമാധാനമില്ലാതിരുന്ന സ്ത്രീയെ യേശുവിന്റെ അരികിലേക്ക് വന്ന് വിശ്വാസത്തോടെ അവനെ തൊടുമ്പോൾ ഒരു സൗഖ്യമുണ്ടായെങ്കിൽ കർത്താവേ, ഞങ്ങൾ നിന്റെ പാദത്തിൽ അമർന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. നിന്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. നീ ഞങ്ങളെ പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആരെല്ലാം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഒരു ദൈവിക ശക്തി ഉറങ്ങട്ടെ. ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കട്ടെ. പ്രതികൂലതയിൽ നിന്ന് വിടുവിക്കണമേ. നിന്റെ മക്കൾ ആരോഗ്യത്തോടെ, നന്മയോടെ, ദീർഘായുസോടെ ആ ദേശത്തിലായിരുപ്പാൻ കൃപ ചെയ്യണമേ. പ്രതികൂലാവസ്ഥകൾ മറയപ്പെടട്ടെ. ഈ നാളുകളിൽ കർത്താവേ,
കർത്താവെ കടഭാരത്തോടെ കണ്ണുനീരോടെ ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു സൗഖ്യത്തെ അയക്കണമേ ഇന്ന് പ്രഭാതത്തിൽ. ഓരോ മക്കളെ അവസ്ഥകളെ മാറ്റിക്കൊടുക്കണമേ, പ്രതികൂല അവസ്ഥകളെ മാറ്റിക്കൊടുക്കണമേ. ഒരു സൗഖ്യമുണ്ടാകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ കർത്താവേ കടഭാരങ്ങളെ മാറ്റിക്കൊടുത്ത്, കണ്ണുനീരായ സാഹചര്യങ്ങളെ മാറ്റിക്കൊടുത്ത് നിന്റെ മക്കളെ നീ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതുപോലെ കർത്താവേ ഓരോ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, കൃപയാൽ സൂക്ഷിക്കണം കർത്താവേ. നാളുകളിൽ എല്ലാ സഭകളെയും, എല്ലാ ദൈവികദാസന്മാരെയും, എല്ലാ ദൈവികദാസന്മാരെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, ഭാരങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. നാളുകൾ വഴി നടത്തി നീ സംരക്ഷിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.